പ്രിയ കുട്ടികളെ, ലെൻസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുവാനായിട്ട് പോകുന്നത്. ലെൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, രണ്ട് തരത്തിലുള്ള ലെൻസാണ് പ്രധാനമായിട്ടുള്ളത്. കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. ഈ ലെൻസുകൾ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ സുതാര്യമായ ഒരു അർദ്ധഗോളത്തിൻ്റെ രണ്ട് ഗോളത്തിൻ്റെ ഭാഗമാണ്, ആ ഗോളത്തിൻ്റെ നിന്നും വരുന്നതാണ് ലെൻസ് എന്ന് പറയുന്നത്. ഇത് കോൺവെക്സ് ലെൻസാണ്. മധ്യഭാഗം പുറത്തേക്ക് കുഴിഞ്ഞു നിൽക്കുന്നത് കോൺവെക്സ് ലെൻസാണ്. ഇത് കോൺവെക്സ് ലെൻസാണ്. ഇതെന്ന് പറയുന്നത് കോൺകേവ് ലെൻസാണ്. കോൺകേവ് ലെൻസ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇങ്ങനെ ഒരു വൃത്തത്തിൻ്റെയും ഇങ്ങനെ ഭാഗമായിട്ട് വരുന്നൊരു വൃത്തത്തിൻ്റെയും രണ്ട് വൃത്തത്തിൻ്റെ ഭാഗങ്ങൾ ചേർന്നെടുത്തേക്കുന്നതാണ്. മധ്യഭാഗം കനം കുറഞ്ഞതും ചുറ്റും കനം കൂടിയതുമായിട്ടുള്ള, രണ്ട് വശങ്ങളിലേക്ക് കനം കൂടിയതുമായിട്ടുള്ള, മധ്യഭാഗം കനം കുറഞ്ഞ് രണ്ട് വശങ്ങളിലേക്കും കനം കൂടി വരുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ്, ഇതാണ് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ്. ഈ കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. കോൺകേവ് ഇങ്ങനെയാണല്ലോ വരുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഒരു ഗുഹ പോലെ അകത്തേക്ക് വരുന്നു ഒരു ഗുഹ പോലെ. കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഹ എന്നാണ് ഇംഗ്ലീഷിലെ വാക്കിൻ്റെ അർത്ഥം. അപ്പം ഒരു കേവ് പോലെ വരുന്നു, അല്ലെങ്കിൽ കെറിവിച്ചിരിക്കുന്ന മുഖം എന്നൊക്കെ ഓർത്താൽ മതി. കേവ്, അതാണ് കോൺകേവ് ലെൻസ്. ഇത് കോൺവെക്സ് ലെൻസ്. ഇത് അപ്പോൾ രണ്ട് ലെൻസുകളെക്കുറിച്ച് പഠിച്ചു. ഗോള ഉപരിതലങ്ങളിലുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ് എന്ന് പറയുന്നത്. ഈ ലെൻസിൻ്റെ മധ്യബിന്ദുവാണ് പ്രകാശിക കേന്ദ്രം. ഇത് കോൺകേവ് ലെൻസാണ്, ഇത് കോൺവെക്സ് ലെൻസാണ്. രണ്ടിൻ്റെയും മധ്യബിന്ദുവുണ്ട്. ഈ മധ്യബിന്ദുവാണ് ഏതെന്ന് പറയുന്നത് ഒപ്റ്റിക് സെൻറ്റർ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രം എന്ന് പറയുന്നത്. അത് പി എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. പ്രകാശിക കേന്ദ്രം അഥവാ ഒപ്റ്റിക് സെൻറ്റർ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇനി ഈ ലെൻസ് ഇവിടെ വരയ്ക്കുമ്പോൾ ഇതിനൊരു ഈ വരയ്ക്ക് പോകുന്ന മുഖ്യ അക്ഷം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നതാണ് മുഖ്യ അക്ഷം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ്. അതിൻ്റെ സെൻറ്ററായിട്ട് വരുന്നതാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രതാകേന്ദ്രം. സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രതാകേന്ദ്രം. ഇപ്പം ഇതിൻ്റെ ആണെങ്കിൽ ഈ നടുക്ക് വരുന്ന ഭാഗമാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രതാകേന്ദ്രം എന്ന് പറയുന്നത്. ഈ ലെൻസ് ഭാഗമായിരിക്കുന്ന ഏത് ഗോളത്തിൻ്റെ ഭാഗമായിരിക്കുന്നോ ആ ഗോളത്തിൻ്റെ മധ്യബിന്ദുവിനാണ്, മിഡിൽ പോയിൻറ്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വക്രതാ കേന്ദ്രം അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. പ്രകാശിക കേന്ദ്രം, ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത് ലെൻസിൻ്റെ മധ്യബിന്ദുവിനാണ്, മിഡിൽ പോയിൻ്റ് ഓഫ് ലെൻസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒപ്റ്റിക് സെൻറ്റർ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രം എന്ന് പറയുന്നത്. വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത് ഈ ലെൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ ലെൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഗോളത്തിൻ്റെ മധ്യബിന്ദുവിനാണ് നമ്മൾ എന്തെന്ന് പറയണത് വക്രതാ കേന്ദ്രം അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. മുഖ്യ അക്ഷമാണ് ഈ പോകുന്നതാണ് മുഖ്യ അക്ഷം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് മുഖ്യ ഫോക്കസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. രണ്ട് തരം ലെൻസാവുള്ളതെന്ന് പറഞ്ഞു, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. നമുക്ക് മുഖ്യ ഫോക്കസ് എങ്ങനെയെന്നുള്ളത് നോക്കാം. ആദ്യം കോൺവെക്സ് ലെൻസിൻ്റെ നോക്കാം. കോൺവെക്സ് ലെൻസ്, ഇതൊരു കോൺവെക്സ് ലെൻസ് ആണല്ലോ. ഇത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്, അതായത് മുഖ്യ അക്ഷമാണ്. മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വരുന്ന രേഖകൾ ഇത് വായുവിൽ നിന്നും ഗ്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നതെന്നറിയാം. വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ വെച്ച് അപവർത്തനം സംഭവിച്ചിട്ട് ഇവിടെ ഒരു പോയിന്റിൽ കൂടി അത് കടന്നു പോകുന്നു. ഇവിടെ വരുന്നതും ഇവിടെ വന്നിട്ട് അപവർത്തനം സംഭവിച്ചിട്ട് ഈ പോയിന്റിൽ കൂടി കടന്നു വരുന്നു. ഇങ്ങനെ
മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്നതെല്ലാം ഒരു കേന്ദ്രത്തിൽ വെച്ചിട്ട് പോയിന്റിലേക്ക് കൂട്ടിമുട്ടുന്നു, കൺവേർജ് ചെയ്യുന്നു, അവയെല്ലാം കൂടെ അവിടെ ഒരുമിച്ച് കൂടുന്നു. ആ പോയിന്റിന് പറയുന്ന പേരാണ് മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. ഇതിനാണ് പറയുന്നത് മുഖ്യ ഫോക്കസ്. മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് ഇതിനാണ്. ഇതിൻ്റെ ആരോ മാർക്ക് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ആരോ മാർക്ക്. പ്രകാശീയ കേന്ദ്രത്തിലേക്ക് വരുന്നു, ഇവിടുന്ന് ഇങ്ങോട്ടാന്നുള്ളത് ഓർക്കുക. ഇതാണ് കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ്. ഇത് നമ്മളോടിങ്ങനെ പരീക്ഷയ്ക്ക് പടം വരയ്ക്കാനായിട്ട് ചോദിക്കും. വളരെ സിമ്പിളാണ്. ഓർക്കുക, ലെൻസ് വരയ്ക്കുക, മുഖ്യ അക്ഷം വരയ്ക്കുക. മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വരുന്ന രശ്മികൾ ഇവിടെ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. ആ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് എന്തെന്ന് പറയുന്നത്? ഫോക്കസ് എന്ന് പറയുന്നത്, മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ കോൺകേവ് ലെൻസിൻ്റെ നമുക്ക് നോക്കാം. ഇതൊരു കോൺകേവ് ലെൻസാണ്. ഇതതിൻ്റെ മുഖ്യ അക്ഷമാണ്. ഇത് ഒപ്റ്റിക് സെൻറ്ററാണ്. മുഖ്യ അക്ഷത്തിലേക്ക് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട്, മുഖ്യ അക്ഷത്തിന് പാരലായിട്ട് വരുന്ന റേസ്, സമാന്തരമായിട്ട് വരുന്ന റേസ് ഇവിടെ വന്ന ശേഷം ഇതെന്ത് ചെയ്യുന്നു? ഡൈവേർജ് ചെയ്ത് പോകുന്നു, വ്യതിചലിച്ചു പോകുന്നു. പക്ഷേ ഇതെന്താണ്? ഇവിടെ ഒരു പോയിന്റിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ഇവിടെ സമാന്തരമായിട്ട് വരുന്ന രേഖ ഇവിടുന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്നു. പക്ഷേ ഇത് ഇവിടെ ഒരു പോയിന്റിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ഇവിടുന്ന് വരുന്ന രേഖ ഇങ്ങനെ പോകുന്നു. പക്ഷേ ഇത് ഇവിടെ ഒരു പോയിന്റിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ഇവിടുന്ന് വരുന്ന രേഖ ഇങ്ങനെ വന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്നു. അതും നമുക്ക് എന്താണ്? ഈ ഒരു പോയിന്റിൽ നിന്ന് വരുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ അതങ്ങനെ തോന്നുന്നതാണ്. അങ്ങനെ ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇല്ല. അങ്ങനെ അത് വരുന്ന ആ ഒരു റേയ്ക്ക് പറയുന്നതാണ് എന്തെന്ന് പറയണത്? മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എഫ് എന്ന് പറയുന്നത് ഇതാണ്. കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എഫ് എന്ന് പറയുന്നതാണ് മുഖ്യ ഫോക്കസ്. കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് അതാണ് മുഖ്യ ഫോക്കസ്. അപ്പം ഇതാണ് എഫ് എന്ന് പറയുന്നത്. എഫ് മുഖ്യ ഫോക്കസ് ആണ്. ഇവിടെ കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ്, ഇത് കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ്, മറ്റേത് കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസാണ്. ഇത് കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസും ഇത് കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസുമാണ്. അപ്പോൾ മുഖ്യ ഫോക്കസുകൾ വരയ്ക്കാനായിട്ട് പഠിക്കണം. ഒരു കോൺവെക്സ് ലെൻസിൽ മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരവുമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. ഈ ബിന്ദുവിനെയാണ് കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോൺകേവ് ലെൻസിൻ്റെ ആണെങ്കിൽ കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന്, ഇതാണ് മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ടും സമീപവുമായിട്ട് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം പരസ്പരം അകന്നു പോകുന്നു. അപവർത്തനത്തിന് ശേഷം പരസ്പരം അകന്നു പോകുന്നു. ഈ രശ്മികൾ പതനരശ്മിയുടെ അതേ വശത്ത് ഒരു ബിന്ദുവിൽ, മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് തോന്നുന്നു. ഈ ബിന്ദുവാണ് കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. ഇതാണ് കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് തോന്നുന്നു. അതാണ് കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടത് ഫോക്കസ് ദൂരമാണ്. ഇത് ഈ ചിത്രം പടം വരയ്ക്കാനൊക്കെ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നിങ്ങളത് വരയ്ക്കാനായിട്ട് പഠിച്ചിരിക്കണം. ഇനി ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. പ്രകാശിക കേന്ദ്രം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതാണ് ഒരു ലെൻസിൻ്റെ പ്രകാശിക കേന്ദ്രം എന്ന് പറയുന്നത്. പ്രകാശിക കേന്ദ്രം നമ്മൾ പഠിച്ചതായിരുന്നു. പ്രകാശിക കേന്ദ്രം എന്ന് പറയുന്നത് ലെൻസിൻ്റെ മധ്യബിന്ദുവിനാണ്. അത് പി എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം, ഇവിടെ ഒരു ബിന്ദുവിലാണല്ലോ കൂട്ടിമുട്ടിയത്. ഈ ഫോക്കസിലേക്കുള്ള ദൂരം ഇതിനാണ്, അല്ലെങ്കിൽ ഇവിടെയും ഫോക്കസ് വരാം. ഇത്രയുള്ള ദൂരത്തിനാണ് നമ്മൾ എന്തെന്ന് പറയേണ്ടത്? പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന്
ഫോക്കസിലേക്കുള്ള ദൂരത്തിനാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. ഫോക്കസ് ദൂരം അല്ലെങ്കിൽ ഫോക്കൽ ലെന്ത് എന്ന് പറയുന്നത്. ഫോക്കസ് ദൂരം അല്ലെങ്കിൽ ഫോക്കൽ ലെന്ത് എന്ന് പറയുന്നത് എന്തിനാണ്? മുഖ്യ അക്ഷത്തിൽ നിന്ന്, പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. അത് സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്, നമുക്ക് ഇച്ചിരി മെമ്മറി ക്ലൂ ടിപ്പ് വെച്ചിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇത്തിരിയും കൂടെ എളുപ്പത്തിൽ വരുന്നത്. നമ്മൾ വസ്തുവിൻ്റെ സ്ഥാനം മിററിനകത്ത് കണ്ടതുപോലെ തന്നെയാണ് ലെൻസിൽ. ഇവിടെ പോള്, ഇവിടെ ഫോക്കസ്, അതിൻ്റെ ഇരട്ടിയാണ് 2F. എഫിൻ്റെ ഇരട്ടി 2F എന്നാണ് ലെൻസിൽ എടുക്കുന്നത്, സി എന്നല്ല എടുക്കുന്നത്. സെൻട്രോ കർവേച്ചർ വക്രതാകേന്ദ്രം എന്നുള്ളതിൽ വെച്ച് സി എന്നല്ല എടുക്കുന്നത്, ലെൻസിനകത്ത് എടുക്കുന്നത് അത് എഫും 2Fഉം ആയിട്ടാണെന്ന് ഓർത്തോണം. എഫും സിയും ആയിട്ടാണ് നമ്മൾ മിററിൽ എടുത്തത്. ഇവിടെ എഫും 2Fഉം ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഒരെണ്ണം വെച്ചത് അനന്തതയിലാണ് വെക്കുന്നത്. ഒന്നാമത്തത് വെക്കുന്നത് എവിടെയാണ്? ഒന്നാമത്തത് അനന്തതയിൽ വെക്കുന്നു. അനന്തതയിൽ വെക്കുന്നു, ഇൻഫിനിറ്റിയിൽ, അറ്റ് ഇൻഫിനിറ്റി, വിദൂരത്തിൽ എവിടെയോ വെക്കുന്നു. രണ്ടാമത്തെ എവിടെയാണ് വെക്കുന്നത്? 2Fന് അപ്പുറം, 2Fന് അപ്പുറം വെക്കുന്നു. 2Fന് അപ്പുറം വെക്കുന്നു. രണ്ടാമത്തെ 2Fന് അപ്പുറം വെക്കുന്നു. മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2Fൽ തന്നെ വെക്കുന്നു. നമ്മൾ സിയിലായിരുന്നല്ലോ മറ്റത് വെച്ചുകൊണ്ടിരുന്നത്, മിററിനകത്ത് വെച്ചപ്പോൾ സിയിലായിരുന്നു വെച്ച്, ഇവിടെ അത് ഇവിടെ വെക്കുന്നു? 2Fൽ വെക്കുന്നു. മൂന്നാമത്തത് 2Fൽ വയ്ക്കുന്നു. നാലാമത്തെ 2Fനും Fനും ഇടയിൽ വയ്ക്കുന്നു. 2Fനും Fനും ഇടയിൽ വയ്ക്കുന്നു. അഞ്ചാമത്തത് നമ്മൾ എഫിൽ വയ്ക്കുന്നു. അഞ്ചാമത്തത് എഫിൽ വയ്ക്കുന്നു. ഈ 5 കേസുകളാണ് ഒരുപോലെ ഉള്ളതെന്നറിയാമല്ലോ. ആറാമത്തെ ഒരു കേസും കൂടിയുണ്ട്. ആറാമത്തെ ഒരു കേസ് എഫിനും ലെൻസിനും ഇടയിൽ വെക്കുന്നു. എഫിനും ലെൻസിനും ഇടയിൽ വെക്കുന്നതാണ് ആറാമത്തെ കേസ്. ഇത് സെപ്പറേറ്റ് കേസാണെന്നുള്ള കാര്യം ഓർത്തിരുന്നോണം. ആറാമത്തെ എഫിനും ലെൻസിനും ഇടയിൽ വെക്കുന്നു. ഈ 6 കേസുകളാണുള്ളത്. ഈ 6 കേസിൽ 5 കേസ് ഒരുപോലെ പോകുന്നതാണ്. ആറാമത്തെ കേസാണ് വ്യത്യസ്തം. ഇത് നമ്മൾ പഠിച്ചത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. പ്രതിബിംബത്തിൻ്റെ സ്ഥാനം, ഇത് വസ്തുവിൻ്റെ സ്ഥാനമാണ്. വസ്തുവിൻ്റെ സ്ഥാനമാണ് നമ്മളിവിടെ എഴുതിയത്. വസ്തു എവിടെ വെക്കുന്നു എന്നുള്ളതാണ്, വസ്തുവിൻ്റെ സ്ഥാനമാണ് എഴുതിയത്. വസ്തുവിൻ്റെ സ്ഥാനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പ്രതിബിംബത്തിൻ്റെ സ്ഥാനമാണ് നോക്കേണ്ടത്. പ്രതിബിംബത്തിൻ്റെ സ്ഥാനം, ഇമേജിൻ്റെ സ്ഥാനം. മറ്റേത് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനമായിരുന്നു, ഇത് പ്രതിബിംബത്തിൻ്റെ സ്ഥാനം. പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു ക്ലൂ തന്നിരുന്നു. കൂട്ടിക്കഴിയുമ്പം 6 വരണം. 1ഉം 5ഉം 6. അപ്പം ഒന്നാമത്തത് എവിടെയായിരിക്കും കിട്ടുന്നത്? അഞ്ചാമത്തെ വരെയായിരിക്കും കിട്ടുന്നത്. ഇവിടെ നമ്പർ തിരിച്ചിടുക. 5, 4, 3, 2, 1 എന്നെഴുതുക. ആറാമത്തെ ഒരു എക്സ്ട്രാ കേസാണെന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. ആറാമത്തെ ഇവിടെ കടന്നോട്ടെ. ബാക്കി നമ്പർ തിരിച്ചിടുന്നു. ഒന്നാമത്തെ അനന്തതയിലുള്ളതിൻ്റെ കിട്ടുന്നത് എവിടെയായിരിക്കും? എഫിലായിരിക്കും കിട്ടുന്നത്. എഫിലായിരിക്കും കിട്ടുന്നത്. നാലാമത്തത്, രണ്ടാമത്തെ 2Fനും അപ്പുറമാണ്. 2Fനും അപ്പുറം, 2ഉം 4ഉമാണ് 6. അപ്പം നാലാമത്തേന്ന് പറഞ്ഞാൽ 2Fനും Fനും ഇടയിലാണ്. അപ്പം 2Fനും Fനും ഇടയിലാണ് കിട്ടുന്നത്. നാലാമത്തെ 2Fനും Fനും ഇടയിൽ. ഇനി മൂന്നാമത്തെ 2F ആണ്. 3ഉം 3ഉമാണ് 6. അപ്പം മൂന്നാമത്തെ എവിടെ തന്നെ കിട്ടുന്നു? 2Fൽ തന്നെ കിട്ടുന്നു. മൂന്നാമത്തേൻ്റെ 3ആണ് നമ്പർ എന്നുള്ള എഴുതിയിട്ടുണ്ടല്ലോ. നാലാമത്തെ 2Fനും Fനും ഇടയിൽ, 4ഉം 2ഉമാണ് 6. അപ്പോൾ രണ്ടാമത്തേൽ കിട്ടുന്നു. എവിടെയാണ്? 2Fനും അപ്പുറം കിട്ടുന്നു. 2Fനും അപ്പുറം കിട്ടുന്നു. അഞ്ചാമത്തതോ? അഞ്ചാമത്തത് എഫിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 5, 1, 6 അനന്തതയിൽ കിട്ടുന്നു.
ഇങ്ങനെയാണ് പ്രതിബിംബത്തിൻ്റെ സ്ഥാനം കിട്ടുന്നത്. ഇത് ഈ മെമ്മറി ക്ലൂ അനുസരിച്ച് ഓർത്തിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമുണ്ട്. ഇതൊന്നും എഴുതാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇത്രയും ഫിഗർ മാത്രം വരച്ചു വെക്കുക. ഒന്നാമത്തത് അനന്തതയിലാണ്. അനന്തതയിലുള്ളത് എവിടെ കിട്ടുന്നു? ഫോക്കസിൽ കിട്ടുന്നു. രണ്ടാമത്തെ 2Fനപ്പുറമാണ്. 2Fനപ്പുറം ഉള്ളത് നാലാമത്തെയാണ്. 2 4 ആണ് 6. അപ്പം 2Fനും Fനും ഇടയിൽ കിട്ടുന്നു. മൂന്നാമത്തെ 2F ആണ്. 3 3 ആണ് 6. അപ്പം 2Fൽ തന്നെ കിട്ടുന്നു. നാലാമത്തെ 2Fനും Fനും ഇടയിലാണ്. 4 2 ആണ് 6. അത് 2Fന് അപ്പുറം കിട്ടുന്നു. അഞ്ചാമത്തത് F ആണ്. 5 1 ആണ് 6. F അനന്തതയിൽ കിട്ടുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ക്ലൂ ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രതിബിംബം എന്ന് പറഞ്ഞത് ഇവരെല്ലാവരും ഈ 5 കേസിനകത്ത്, ആറാമത്തെ കേസ് മാത്രം ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞു, 5 കേസിലും ഇതെന്തായിരിക്കും? യഥാർത്ഥമായിരിക്കും. യഥാർത്ഥ പ്രതിബിംബമായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രതിബിംബം എങ്ങനെയായിരിക്കും? യഥാർത്ഥ പ്രതിബിംബമായിരിക്കും. അതുപോലെ തന്നെ തലകീഴായ പ്രതിബിംബമായിരിക്കും കിട്ടുന്നത്. തലകീഴായ പ്രതിബിംബമായിരിക്കും കിട്ടുന്നത്. എല്ലായിടത്തും കിട്ടുന്നത് തലകീഴായതും യഥാർത്ഥവും. യഥാർത്ഥം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ തലകീഴായതാന്നുള്ളത് നമുക്കറിയാമല്ലോ. യഥാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ, തലകീഴായ എന്നുള്ളതിന് ഇൻവേർട്ടഡ്, തലകീഴായ എന്നുള്ളതിന് ഇൻവേർട്ടഡ്. ഇനി വലുപ്പം ചെറുപ്പത്തിൻ്റെ കാര്യത്തിനകത്ത് എങ്ങനെയാണ്? ആദ്യത്തത് ചെറുതാണ്, വളരെ ചെറുതാണ്. രണ്ടാമത്തതും ചെറുതാണ്, സെയിം മുഴുപ്പാണ്, ഒരേ മുഴുപ്പ്, ഒരേ വലിപ്പം. അടുത്തതിന് വലുത്, ഇതും വലുത് തന്നെയാണ്, വളരെ വലുതെന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം, വളരെ വലുത്. ഈ എഫിനും ലെൻസിനും ഇടയിൽ കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വേറൊരു പ്രത്യേകതയാണുള്ളത്. എഫിനും ലെൻസിനും ഇടയിൽ കിട്ടുന്നതിനകത്ത്, എഫിനും ലെൻസിനും ഇടയിൽ കിട്ടുന്നത്, അതിൻ്റെ പ്രതിബിംബം കിട്ടുന്നത് എവിടെയായിരിക്കും? എവിടെയാകാനാണ് സാധ്യത? എഫിനും ലെൻസിനും ഇടയിലുള്ളതിൻ്റെ പ്രതിബിംബം കിട്ടുന്നത് എവിടെയായിരിക്കും? ഓൺ ദ സെയിം സൈഡ് ഓഫ് ദി ലെൻസിൻ്റെ അതേ വശത്ത് തന്നെയാണ്. ലെൻസിൻ്റെ അതേ വശത്ത് തന്നെ, അതായത് ഇതേ വശത്ത് തന്നെയായിരിക്കും കിട്ടുന്നത്. ലെൻസിൻ്റെ അതേ വശത്ത് തന്നെ കിട്ടുന്നു. ലെൻസിൻ്റെ അതേ വശത്ത് തന്നെ കിട്ടുന്നു. ഇവിടെ കിട്ടുന്നത് മിഥ്യാപ്രതിബിംബമായിരിക്കും. അതായത് വെർച്വൽ ആയിരിക്കും കിട്ടുന്നത്. മിഥ്യാപ്രതിബിംബം അല്ലെങ്കിൽ വെർച്വൽ ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഇവിടുത്തെ എങ്ങനെയായിരിക്കും? നിവർന്ന പ്രതിബിംബമായിരിക്കും. ഇറക്റ്റ് നിവർന്ന പ്രതിബിംബമായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ അതെങ്ങനെയാണ്? മാഗ്നിഫൈഡ് ആണ്, വളരെ വലുതാണ്. വളരെ വലുതാണ്. ചെറുതെന്നുള്ളതിന് ഡിമിനിഷ്ഡ്, ഡിമിനിഷ്ഡ്, ഒരേ വലിപ്പം എന്നുള്ളൂ, സെയിം സൈസ്. ഇങ്ങനെയാണ് ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ 5 കേസ് ഒരുപോലെ, ആറാമത്തെ കേസ് മാത്രമേ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം ഇത് ഓർമ്മയെ കിട്ടിയല്ലോ. മെമ്മറി ക്ലൂ വെച്ചിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് റേ ഡയഗ്രംസ് നോക്കാം. റേ ഡയഗ്രം എങ്ങനെയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫിഗർ വരയ്ക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിനാദ്യമായിട്ട് ലെൻസുകളുടെ പ്രതിബിംബ രൂപീകരണത്തിൻ്റെ രേഖാചിത്രങ്ങൾ. ലെൻസിൻ്റെ പ്രതിബിംബ രൂപീകരണത്തിൻ്റെ രേഖാചിത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാണ്? റേ ഡയഗ്രംസ് ആണ്. റേ ഡയഗ്രംസ് നമുക്ക് നോക്കാം. അതിനാദ്യമായിട്ട് നോക്കേണ്ടത് കുറച്ച് നിയമങ്ങളുണ്ട്. ഇത് വരയ്ക്കാനായിട്ട് കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമുക്ക് മനസ്സിൽ ഉറപ്പിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കത് വെച്ചുകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കോൺകേവ് ലെൻസിനും ഉണ്ട്, കോൺവെക്സ് ലെൻസിനും ഉണ്ട്. ഇതതിൻ്റെ മുഖ്യ അക്ഷം എന്നുള്ള അറിയാമല്ലോ, പ്രിൻസിപ്പൽ ആക്സിസ് എന്നറിയാം. ഇത് കോൺകേവ് ലെൻസാണ്, ഇതതിൻ്റെ മുഖ്യ അക്ഷം. ഇതാണ് അതിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ, പ്രകാശിക കേന്ദ്രം എന്ന് പറയുന്നത് ഒപ്റ്റിക് സെൻറ്ററാണ്. നമ്മുടെ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു പ്രകാശരശ്മിക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ പോകുന്ന ഒരു രശ്മി അതേപടി തന്നെ പോകുന്നു. പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന പ്രകാശരശ്മിയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ലൈറ്റ് പാസസ് ത്രൂ ദ ഒപ്റ്റിക് സെൻറ്റർ ഓഫ് എ തിൻ ലെൻസ്, ഇറ്റ് ഡസ് നോട്ട് അണ്ടർഗോ ഡീവിയേഷൻ. അതിന് ഡീവിയേഷൻ ഒന്നും സംഭവിക്കാതെ അതെന്ത് ചെയ്യുന്നു, അതേ പാതയിൽ തന്നെ പോകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഇതെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കോൺവെക്സ് ലെൻസാണ്, ഇത് കോൺകേവ് ലെൻസാണ്. ഇത് മുഖ്യ അക്ഷാണ്, ഇത് ഇതിൻ്റെ മുഖ്യ അക്ഷാണ്. ഇത് ഒപ്റ്റിക് സെൻറ്ററാണ്, വക്രതാ കേന്ദ്രമാണ്, പ്രകാശിക കേന്ദ്രമാണ്. മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വരുന്ന ഒരു രശ്മി, മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വരുന്ന ഒരു പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു. അപവർത്തനത്തിന് ശേഷം ഇതിലേ കടന്നു പോകുന്നു, ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു. മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വരുന്ന രശ്മി കോൺവെക്സ് ലെൻസിലൂടെ പതിക്കുന്ന പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. എന്നാൽ കോൺകേവ് ലെൻസിൻ്റെ കാര്യത്തിലോ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പതിക്കുന്ന രശ്മി ഇവിടുന്ന് വ്യതിചലിച്ചു പോകുന്നു. പക്ഷേ ഇവിടെ ഒരു പോയിന്റിൽ നിന്നും വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ആ പോയിന്റിനാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി അതേ വശത്തുള്ള ഫോക്കസിൽ നിന്ന് പോകുന്നതായിട്ട് തോന്നുന്നു. ഇവിടെ ഇങ്ങനെയായിട്ടുള്ളതാണ് തോന്നുന്നത്. അതാണ് രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത്. ഏറെ ഇൻസിഡൻറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകുന്ന റേ ഓഫ് എ കോൺകേവ് ലെൻസ്, ഒരു കോൺകേവ് ലെൻസിൻ്റെ അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം ദ ഫോക്കസ്, ഫോക്കസിൽ നിന്നും ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദി ലെൻസിൻ്റെ സെയിം സൈഡിൽ നിന്ന് അവിടെ നിന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് തോന്നുന്നു. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഇത് ലോ എന്നുള്ളത്. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കോൺവെക്സ് ലെൻസാണ്, ഇതൊരു കോൺകേവ് ലെൻസാണ്. കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസുമാണ്. ഇത് മുഖ്യ അക്ഷമാണ്, നമുക്കറിയാം. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന ഒരു രശ്മി ഫോക്കസിൽ കൂടി, ഇവിടെ കോൺവെക്സ് ലെൻസിന് രണ്ട് ഫോക്കസ് ഉണ്ടെന്നറിയാമല്ലോ. ഫോക്കസിൽ കൂടി കടന്നു പോകുന്ന ഒരു രശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്നു. അതാണ് നമ്മുടെ അടുത്തത്. അതായത് കോൺവെക്സ് ലെൻസ് ഇതാണ്, മുഖ്യ അക്ഷം ഇതാണ്. ഇത് ഇവിടെ ഒരു ഫോക്കസ് ഉണ്ട്, രണ്ട് വശത്തും കോൺവെക്സ് ലെൻസിന് രണ്ട് വശത്തും ഫോക്കസ് ഉണ്ട്. ഇവിടെ ഒരു ഫോക്കസ് ഉണ്ട്. ഈ ഫോക്കസിൽ കൂടി കടന്നു പോകുന്ന രശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പ്രതിപദിക്കുന്നു. അതാണ് നമ്മുടെ അടുത്ത നിയമം എന്ന് പറയുന്നത്. കോൺകേവ് ലെൻസിനകത്താണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിനകത്ത് സംഭവിക്കുന്നുണ്ടോ? കോൺകേവ് ലെൻസിനകത്ത് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നില്ല. മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പതിക്കുന്ന ഒരു രശ്മി, ഫോക്കസിൽ കൂടി കടന്നു വരുന്ന ഒരു രശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ഇത്രയാണ് 3 നിയമങ്ങളാണ് നമുക്കുള്ളത്. ഈ 3 നിയമങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇനിയത്തെ എല്ലാ പ്രോബ്ലംസും നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റും. റേ ഡയഗ്രത്തിൻ്റെ 3 നിയമങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെക്സ് ലെൻസിൻ്റെ ആണെങ്കിലും കോൺകേവ് ലെൻസിൻ്റെ ആണെങ്കിലും പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന രശ്മി അതിന് വ്യതിയാനം സംഭവിക്കാതെ അതേ പാതയിലൂടെ കടന്നു പോകുന്നു. മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വരുന്നത് ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു. ഇവിടെയാണെങ്കിൽ ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് തോന്നുന്നു. ഇവിടെ ഫോക്കസിൽ കൂടി കടന്നു വരുന്ന രശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പോകുന്നു. ഇത് 3 പ്രധാനപ്പെട്ട ലോസ്. ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട റേ ഡയഗ്രാംസ് വരയ്ക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്ന പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വസ്തു അനന്തതയിൽ വയ്ക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പുസ്തകത്തിൽ അതിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. വസ്തു അനന്തതയിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു കോൺവെക്സ് ലെൻസാണ്, ഇത് മുഖ്യ അക്ഷമാണ്. അനന്തതയിൽ നിന്ന് വരുന്ന ഒരു രശ്മി എന്ത് ചെയ്യും? ഫോക്കസിലൂടെ കടന്നു പോകും, ഒരു പോയിന്റിൽ കൂടി കടന്നു പോകും എന്നുള്ളത് നമുക്കറിയാമല്ലോ. ആ പോയിൻ്റാണ് ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോക്കസിൽ കൂട്ടിമുട്ടുമെന്നുള്ള കാര്യം നമുക്കറിയാം. ഇവിടെ വരുമ്പം എപ്പോഴും ഇതിന് ആരോ മാർക്ക് വരച്ചിടണമെന്ന് ഓർക്കണം.
ഏത് പാതയിൽ കൂടിയാണ് പ്രകാശരശ്മി പോകുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആരോ മാർക്ക് കൊടുക്കുന്നത്. ഇത് പ്രകാശിക കേന്ദ്രമാണ്. പ്രകാശിക കേന്ദ്രം നമ്മൾ അടയാളപ്പെടുത്താനായിട്ട് ഓർക്കണം, ഫോക്കസ് അടയാളപ്പെടുത്തണം. മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മി എവിടെയായിരിക്കും കേന്ദ്രീകരിക്കുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഫോക്കസിലായിരിക്കും കേന്ദ്രീകരിക്കപ്പെടുന്നത്. ഇതിൻ്റെ പ്രതിബിംബം നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടിത് യഥാർത്ഥ പ്രതിബിംബം ആയിരിക്കും. ഇനി രേഖാചിത്രം വരച്ച് കണ്ടെത്തിയ സവിശേഷതകൾ പരീക്ഷണത്തിലൂടെ ലഭിച്ച വിവരങ്ങളുമായി താരതമ്യപ്പെടുത്തു. ഇനി നമ്മളോട് ഓരോ സ്ഥലങ്ങളിൽ മാറി മാറി രേഖാചിത്രം വെക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ആദ്യം വരച്ചത് ഓർക്കുന്നുണ്ടല്ലോ, 2F'നപ്പുറം അങ്ങനെയൊക്കെ വരച്ചത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പം അതനുസരിച്ചാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് വരച്ചിടാം. 2F'നപ്പുറം ഇത് പോള്, ഇത് എഫ്, ഇത് 2F'നപ്പുറം ഉള്ളതൊന്ന്, അനന്തതയിലുള്ളതൊന്ന്, 2F'നപ്പുറം ഉള്ളത് 2, 2F'ലുള്ളത് 3, 2F'നും F'നും ഇടയിലുള്ളത് 4, FAയിലുള്ളത് 5, പിന്നെ F'നും പോളിനും ഇടയ്ക്കുള്ളത് 6. ഇതായിരുന്നല്ലോ നമ്മുടെ ചിത്രം. മനസ്സിൽ നമ്മുടെ മെമ്മറി ക്ലൂ എന്ന് പറയുന്നത് ഇതാണല്ലോ. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇനിയത്തെ വരയ്ക്കാനായിട്ട് സാധിക്കും. വസ്തു 2F'നപ്പുറം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രതിബിംബം കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് കോൺവെക്സ് ലെൻസാണ്. നമുക്ക് ആദ്യം എന്തെല്ലാം വരയ്ക്കണം? മുഖ്യ അക്ഷം വരയ്ക്കണം. ഇവിടെ ഒരു ഫോക്കസ് ഉണ്ട്, ഇവിടെ ഒരു 2F ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു F ഉണ്ട്, ഇവിടെ 2F ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് അളവെടുത്ത് വരയ്ക്കണം കേട്ടോ. ഒരു 3 സെൻറ്റിമീറ്റർ പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും പിയിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ, ഇവിടുന്ന് 3 സെൻറ്റിമീറ്റർ, അങ്ങനെ കൃത്യമായിട്ട് അളവെടുത്ത് വരയ്ക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ ഇത് കിട്ടും. നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്ന 2F'നും അപ്പുറമായിട്ടാണ് വെക്കുന്നത്. 2F'നും അപ്പുറമായിട്ട് ഒബ്ജക്റ്റ് വെക്കുകയാണ്. നമുക്കറിയാം, ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ടൊരു രശ്മി പതിക്കുന്നു. മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പതിക്കുന്ന രശ്മി ഫോക്കസിൽ കൂടി കടന്നു പോകുമെന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു. പിന്നെ അടുത്ത എന്താണ് പറഞ്ഞേക്കുന്നത്? ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി കടന്നു പോകുന്ന ഒരു രശ്മി, അതായത് പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു രശ്മി, പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു രശ്മി. അവ രണ്ടുപേരും കൂടെ ഇവിടെയാണ് കൂട്ടിമുട്ടിയിരിക്കുന്നത്. അപ്പം എവിടെയാണ് കൂട്ടിമുട്ടിയേക്കുന്നത്? F'നും 2F'നും അപ്പുറത്താണ് അവർ കൂട്ടിമുട്ടിയിരിക്കുന്നത്. F'നും 2F'നും ഇടയിലാണ് അവ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടിയിരിക്കുന്നത്. F'നും 2F'നും ഇടയിലാണ് അവ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കിക്കേ, 2F'നപ്പുറം വരുവാണെങ്കിൽ രണ്ടാമത്തെയാണ്. 2F'നപ്പുറം വന്നാൽ 2ഉം 4ഉമാണ് 6. F'നും 2F'നും ഇടയിലല്ലായിരുന്നു കിട്ടേണ്ടത്. അതെ. അപ്പം നമ്മുടെ ചിത്രം ശരിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് വരച്ചെടുക്കാനായിട്ട് സാധിക്കണം. ഇനി ഇതുപോലെ വിവിധ സ്ഥാനങ്ങളിൽ വസ്തു രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ രേഖാചിത്രങ്ങൾ പൂർത്തിയാക്കാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. നമുക്കത് ചെയ്ത് നോക്കാം. അത് പരീക്ഷയ്ക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം വരുന്നതായിരിക്കും. അത് ചെയ്യാനായിട്ട് പഠിക്കണം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തു 2F'ൽ വെച്ചേക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. വസ്തു 2F'നകത്താണ് വെക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കിവിടെ ലെൻസ് വരയ്ക്കുന്നു, ലെൻസ് മുഖ്യ അക്ഷം വരയ്ക്കുന്നു. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം? ഇവിടെ ഒരു F ഉണ്ടെന്നുള്ളത് അറിയാം, ഇവിടെ ഒരു 2F ഉണ്ടെന്നുള്ളത് അറിയാം, ഇവിടെ ഒരു F ഉണ്ട്, ഇവിടെ ഒരു 2F ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ വരച്ച് വെക്കണം. എന്നിട്ട് വസ്തു എവിടെ വെക്കാനാണ് പറഞ്ഞേക്കുന്നത്? വസ്തു 2F'ൽ വെക്കാനാണ് പറഞ്ഞേക്കുന്നത്. 2F'ൽ വെക്കുന്ന സമയത്ത് നമ്മളിനി വരയ്ക്കേണ്ട ഒരേ രീതിയിൽ തന്നെയാണല്ലോ. എങ്ങനെയാണ്? വസ്തു മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പ്രകാശരശ്മി പതിക്കുന്നു. മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പതിക്കുന്ന രശ്മി ഫോക്കസിൽ കൂടി കടന്നു പോകുമെന്നുള്ളത് നമുക്കറിയാം. ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു. അടുത്ത ഏതാണ്? ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി കടന്നു പോകുന്നതാണ്. ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മധ്യബിന്ദുവാണ് ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത്. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി കടന്നു പോകുന്ന രശ്മി, അവ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടുന്നത് എവിടെയായിരിക്കും എന്നാണ്? അത് കൂട്ടിമുട്ടിയേക്കുന്നത് ദേ ഇവിടെ, രണ്ടും കൂടെ കൂട്ടിമുട്ടിയേക്കുന്നത് 2F'ലാണ്. എവിടെയാണ് വന്നേക്കുന്നത്? അറ്റ് 2F. 2F'ലാണ് രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടിയേക്കുന്നത്. നമുക്ക് നോക്കാം. 2F'ൽ വെച്ചേക്കുന്നത്, 2F'ലാണ് വെച്ചെങ്കിൽ 2F മൂന്നാമത്തെയാണ്. 2F'ൽ തന്നെയാണ് കിട്ടേണ്ടതെന്നുള്ളത് നമുക്കറിയാമല്ലോ. 3 3 ആണ് 6. അപ്പം 2F'ൽ തന്നെയാണ് കിട്ടേണ്ടത്. നമ്മുടെ ചിത്രം ശരിയാണെന്നുള്ള കാര്യം മനസ്സിലായി. ഇനി പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? അവൻ്റെ 2 ക്വസ്റ്റ്യൻസ് താഴെ ചോദിച്ചിട്ടുണ്ട്.
പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? 2Fലാണ്. പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ്? പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കിയാൽ അറിയാം, ഇൻവേർട്ടഡ് ആണ്, തല തിരിഞ്ഞതാണ്. ഇൻവേർട്ടഡ് ആണെങ്കിൽ അതെല്ലാം റിയൽ ആയിരിക്കും. ഇൻവേർട്ടഡ് ആണെങ്കിൽ അത് റിയൽ ആയിരിക്കും. തല തിരിഞ്ഞതാണെങ്കിൽ അത് യഥാർത്ഥ പ്രതിബിംബമായിരിക്കും. അപ്പം തല തിരിഞ്ഞതും യഥാർത്ഥവുമായ പ്രതിബിംബമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തല തിരിഞ്ഞതെന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ്, യഥാർത്ഥം എന്നുള്ളത് റിയൽ. ഇൻവേർട്ടഡ് ആൻഡ് റിയൽ ഇമേജ് ആണ് കിട്ടിയിരിക്കുന്നത്. വസ്തു കിട്ടിയിരിക്കുന്നത് 2Fൽ തന്നെയാണ്. പ്രതിബിംബത്തിൻ്റെ വലുപ്പം എങ്ങനെയാണ്? സെയിം സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസാണ്. സെയിം സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ വസ്തുവിൻ്റെ അതേ വലിപ്പം തന്നെയാണ്. സെയിം സൈസ് ഓഫ് ദി ഒബ്ജക്റ്റിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് കിട്ടി, 2Fനകത്ത് വെച്ചേക്കുന്നു കിട്ടി. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തു എവിടെ വെക്കുന്നതാണ്? Fനും 2Fനും ഇടയിൽ വെക്കുക. 2F കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അതാണല്ലോ, നാലാമത്തെ എവിടെയാണ്? Fനും 2Fനും ഇടയിൽ വെക്കുന്നത്. വസ്തു Fനും 2Fനും ഇടയിൽ വെക്കുന്നു. ചിത്രം ലെൻസ് തന്നിരിക്കുന്നു. ഫസ്റ്റിലെ വരയ്ക്കേണ്ടത് എന്താണ്? പ്രകാശിക കേന്ദ്ര ഒപ്റ്റിക് സെൻറ്റർ, F 2F ഇത്രയും കാര്യങ്ങൾ വരച്ചു. നമ്മളിനി വരയ്ക്കാൻ പോകുന്ന ഏതാണ്? Fനും 2Fനും ഇടയിൽ വെക്കുന്നതാണ്. അപ്പം 2Fനും Fനും ഇടയിലാണ് വസ്തു വെച്ചേക്കുന്നത്. വസ്തു Fനും 2Fനും ഇടയിൽ വെച്ച് നമുക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത്? വസ്തു പ്രകാശിക മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പതിക്കുന്നത്. ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു. ഒന്നാമത്തെ ലോ നമുക്കറിയാം. ഇനി രണ്ടാമത്തെ ഏതാണ്? പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്നു. പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അവ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടിയത് എവിടെയാണ്? ബിയോണ്ട് 2F. 2Fനും അപ്പുറമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം എവിടെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? ബിയോണ്ട് 2F എന്ന് പറയുമ്പോൾ 2Fനും അപ്പുറമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ശരിയാണോ എന്ന് നമ്മുടെ മെമ്മറി ക്ലൂ ഒന്ന് നോക്കാം. 4ഉം 2ഉം ആണ് 6. അപ്പം 2Fന് അപ്പുറമാണ് കിട്ടേണ്ടത്. അപ്പോൾ അത് കറക്റ്റാണ്, 2Fന് അപ്പുറമാണ് കിട്ടേണ്ടത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇൻവേർട്ടഡ് ആണെങ്കിൽ അത് എന്തായിരിക്കും? റിയൽ ആയിരിക്കും. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞതാണെങ്കിൽ അത് എന്തായിരിക്കും? യഥാർത്ഥ പ്രതിബിംബമായിരിക്കും. തലതിരിഞ്ഞതും യഥാർത്ഥവുമായ പ്രതിബിംബമായിരിക്കും. പിന്നെ അതിൻ്റെ സൈസ് എങ്ങനെയാണെന്ന് നോക്കിക്കുക. ഇതിനേക്കാളും എൻലാർജ്ഡ് ആയിട്ടുള്ള സൈസാണ്. വലിയ പ്രതിബിംബമാണ് കിട്ടിയിരിക്കുന്നത്. വലുതാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കറക്റ്റാണെന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്ക് വസ്തു Fൽ വെച്ച് നോക്കാം. അടുത്ത ഒരു സ്ഥാനത്ത് വരച്ച് നോക്കാം. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ചിത്രം വരയ്ക്കാനായിട്ട് വരും. വളരെ സിമ്പിളാണ്. ആ ഒരു ട്രിക്ക് മനസ്സിലാക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് വരയ്ക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. ലെൻസ് വരയ്ക്കുന്നു. നമുക്ക് എല്ലാത്തിനും കോൺവെക്സ് ലെൻസിൻ്റെയാണ് പ്രധാനപ്പെട്ട കാര്യം. കോൺകേവ് ലെൻസിൻ്റെ ഒരേ ഒരെണ്ണം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അത് അവസാനം നമുക്ക് പഠിക്കാം. ഒപ്റ്റിക് സെൻറ്റർ P, ഇവിടെ F, ഇവിടെ 2F, ഇവിടെയും F, ഇവിടെ 2F. അത് കഴിഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എവിടെ വെക്കാനാണ് പറഞ്ഞേക്കുന്നത്? വസ്തു Fൽ വെക്കാനാണ് പറഞ്ഞേക്കുന്നത്. Fൽ വെക്കാനായിട്ട്, അതായത് അഞ്ചാമത്തെയാണ്. Fൽ വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ്? 5, 1, 6. നമുക്ക് അനന്തതയിലാണ് പ്രതിബിംബം കിട്ടേണ്ടത് എന്നുള്ളത് നമുക്കറിയാം. മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് നമ്മൾ വരയ്ക്കുന്നു. മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പതിക്കുന്നത് ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു. അടുത്തത് നമ്മുടെ എതിരെയാണ്? ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി കടന്നു പോവുക. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്നു. ഇവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങ് പോകുന്നതല്ലാതെ ഒരിടത്തും ഇവർ കൂട്ടിമുട്ടുന്നില്ലാത്തതുകൊണ്ട് എൻ്റെ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? അനന്തതയിലായിരിക്കും. പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? അനന്തതയിലായിരിക്കും പ്രതിബിംബത്തിൻ്റെ സ്ഥാനം. പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവേർട്ടഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും. ഇൻവേർട്ടഡ് റിയൽ. അനന്തത എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ് കേട്ടോ. ഇൻഫിനിറ്റിയിലാണ്. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞത്. റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥം. തലതിരിഞ്ഞതും യഥാർത്ഥവുമായ പ്രതിബിംബമാണ് കിട്ടുന്നത്. അനന്തതയിൽ എവിടെയോ കിട്ടുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഊഹിക്കുന്നു. അങ്ങനെ പോയി അനന്തതയിൽ എവിടെയോ അവർ കൂട്ടിമുട്ടുന്നു.
അങ്ങനെ കിട്ടുന്ന ഇതെന്ന് പറഞ്ഞാൽ ഹൈലി എൻലാർജ്ഡ് ആയിരിക്കും, വളരെ വലിയ പ്രതിബിംബമായിരിക്കും കിട്ടുന്നത്, വളരെ വലിയ പ്രതിബിംബമായിരിക്കും കിട്ടുന്നത്, വളരെ വലുത് പ്രതിബിംബമായിരിക്കും കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇപ്പം നമ്മൾ കോൺവെക്സ് ലെൻസിൻ്റെ മനസ്സിലാക്കി. ഇതെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് പോകുന്നത്, ഇത്രയും കാര്യങ്ങൾ വരുന്നത്. അതായത് 1 മുതൽ ഇവിടെ 5 വരെയുള്ള കേസുകൾ ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് പോകുന്നത്. 6ാമത്തെ കേസ് ഇച്ചിരി വ്യത്യസ്തമുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. 6ാമത്തെ കേസാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. ലെൻസ് സ്ഥിരം വരയ്ക്കുന്ന പോലെ വരയ്ക്കുക. ഒപ്റ്റിക് സെൻറ്റർ F, 2F, F, 2F, ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ വരച്ചിടുക. ഒബ്ജക്റ്റ് വെച്ചേക്കുന്ന എവിടെയാണ്? ഫോക്കസിനും ലെൻസിനും ഇടയിൽ, ഇവിടെയാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ സാധാരണ പോലെ വരയ്ക്കുന്നു. മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വരയ്ക്കുന്നത് ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു. ഞാൻ വരയ്ക്കുന്നതിൻ്റെ ഒരു ഇത്തിരി വ്യത്യാസം വരുന്നതാണ് കേട്ടോ. ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു. പിന്നെ എന്താണ്? ഒപ്റ്റിക് സെൻറ്ററിൽ കൂടിയാണ് അടുത്തത് കടന്നു പോകേണ്ടത്. ഇങ്ങനെയാണ് കടന്നു പോകേണ്ടത്. പക്ഷേ നമുക്ക് എന്താണ് ഇവിടെ ഈ വരുന്നത് ഇങ്ങനെ ഇവിടെ ഏതോ ഒരു ബിന്ദുവിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഈ ഒപ്റ്റിക് സെൻറ്ററിലേക്ക് വരയ്ക്കുന്നതും അതും ഇവിടെ ഒരു ബിന്ദുവിൽ നിന്ന് വരുന്നതായിട്ട് തോന്നുന്നു. അപ്പം നമുക്ക് ഇവിടെ ഒരു സ്ഥലത്താണ് അതിൻ്റെ ഇമേജ് കിട്ടുന്നത്. F-നും 2F-നും ഇടയിൽ ഇവിടെ ഒരു സ്ഥലത്താണ് അതിൻ്റെ ഇമേജ് കിട്ടുന്നത്. ഇമേജ് എന്ന് പറഞ്ഞാൽ പ്രതിബിംബം. ഇമേജ് കിട്ടുന്നത് ഇതിവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പുറകോട്ട് വരയ്ക്കണം എന്ന് ഓർക്കുക. എങ്ങനെയാണെന്ന് ഒന്നും കൂടെ വരച്ച് കാണിക്കാം. ലെൻസ് ഇത് F, 2F, F, 2F. നമ്മുടെ വസ്തു വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. വസ്തുവിൽ നിന്നും മുഖ്യാക്ഷത്തിന് സമാന്തരമായി വരയ്ക്കുന്നത് ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു. പക്ഷേ ഫോക്കസിൽ കൂടി കടന്നു പോവുകയാണെങ്കിലും ഇവൻ ഇവിടെ ഏതോ ഒരു ബിന്ദുവിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ഇനി ഈ വസ്തുവിലേക്ക് നമ്മൾ ഇവിടുന്ന് വേറെ ഒരെണ്ണം കൂടെ യോജിപ്പിക്കുന്നു. ഈ 2 പേരും കൂടെ യോജിക്കുന്ന സ്ഥലത്തായിരിക്കും നമുക്ക് പ്രതിബിംബം കിട്ടുന്നത്. ആ പ്രതിബിംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥ്യാ പ്രതിബിംബമായിരിക്കും. അതുകൊണ്ട് ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ച് അതിനെ കാണിക്കാവുള്ളൂ. മിഥ്യാ പ്രതിബിംബമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അതിനെ ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ച് വേണം കാണിക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇവിടെ പൊസിഷൻ ഓഫ് ദി ഇമേജ് നമുക്ക് എവിടെയാണ് കിട്ടിയിരിക്കുന്നത്? പൊസിഷൻ ഓഫ് ദി ഇമേജ് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരെണ്ണം മായ്ക്കുകയാണ്. പൊസിഷൻ ഓഫ് ദി ഇമേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബിറ്റ്വീൻ F ആൻഡ് 2F. F-നും 2F-നും ഇടയിൽ, അല്ലെങ്കിൽ 2F-നും F-നും ഇടയിൽ, ഏത് വേണമെങ്കിലും എഴുതാം. ബിറ്റ്വീൻ F ആൻഡ് 2F ആണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പ്രതിബിംബം എങ്ങനെയാണ്? നിവർന്നതാണ്. മിഥ്യാ പ്രതിബിംബമാണ്. ഇറക്റ്റാണ്, വെർച്വലാണ്. മിഥ്യാ പ്രതിബിംബമാണ്, നിവർന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഹൈലി എൻലാർജ്ഡ് ആണ്. വളരെ വലിയ ഒരു പ്രതിബിംബമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ വലുതാണ് പ്രതിബിംബം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. ഇതൊരു എക്സ്ട്രാ കേസാണ് കോൺവെക്സ് ലെൻസിൻ്റെ. അതുകൊണ്ട് തന്നെ ഇത് പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ ചോദിച്ച് കാണാറുണ്ട്. ഇത് ഓർത്തിരിക്കാനും പഠിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇനി നമ്മളിപ്പം കോൺവെക്സ് ലെൻസിൻ്റെ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കോൺകേവ് ലെൻസിൻ്റെ ഒരെണ്ണം കൂടിയാണ് ഉള്ളത്. കോൺകേവ് ലെൻസിൻ്റെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺകേവ് ലെൻസിൻ്റെ നിങ്ങൾക്ക് ഒരെണ്ണേ വരയ്ക്കാൻ പഠിക്കാനുള്ളൂ. കോൺകേവ് ലെൻസാണ് നമ്മൾ സാധാരണ വരയ്ക്കുന്നത് പോലെ. ഒപ്റ്റിക് സെൻറ്റർ F, 2F നമ്മൾ വരയ്ക്കുന്നു. F-ഉം 2F-ഉം വരയ്ക്കുന്നു. നമ്മുടെ വസ്തു വെക്കുന്നത് F-നപ്പുറത്തായിട്ടാണ് നമ്മൾ വസ്തു വെക്കുന്നത്. F-നപ്പുറത്തായിട്ട് വസ്തു വെക്കുന്നു. 2F കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. F-നപ്പുറത്തായിട്ട് വസ്തു വെക്കുന്നു. വസ്തു വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സാധാരണഗതി വരയ്ക്കുന്നത് പോലെ തന്നെ എന്താണ്? വസ്തു മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പോകുന്നു. പക്ഷെ അത് ഫോക്കസിൽ കൂടിയല്ല കടന്നു പോകുന്നത്. കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് അത് എന്ത് ചെയ്യും?
ഇവിടെ വരുമ്പോൾ ഡൈവേർജ് ചെയ്ത് പോകും. ഡൈവേർജ് ചെയ്ത് പോയാലും ഇവിടെ ഇത് ഒരു ഫോക്കസിൽ നിന്നും വരുന്നതായിട്ട് നമുക്ക് തോന്നും. ഫോക്കസിൽ നിന്നും വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി നമ്മുടെ റേയെ കടത്തിവിടുന്നു. സാധാരണഗതിയിൽ നമ്മൾ കടന്നു പോകുന്ന പോലെ ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു പോകുന്നു. അപ്പം ഇവ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടുന്നു. ഇതാണ് IM, അതായത് ഇമേജ് കിട്ടുന്നത് ഇവിടെയാണ്. ഇത് ഒബ്ജക്റ്റാണിത്. ഇമേജ് കിട്ടിയിരിക്കുന്നത് ഇവിടെയാണ്. വരച്ചത് മനസ്സിലായി കാണുമല്ലോ. നമ്മൾ ആദ്യം മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വരയ്ക്കുന്നു. മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വരയ്ക്കുന്നത് ഡൈവേർജ് ചെയ്ത് വ്യതിചലിച്ച് പോകുന്നു. പക്ഷേ അത് എവിടുന്നാണ്? ഫോക്കസിൽ നിന്ന് വരുന്നത് പോലെ നമുക്ക് തോന്നുന്നു. പിന്നെ നമുക്കുള്ള എന്താണ്? നമ്മൾ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി പ്രകാശിക കേന്ദ്രത്തിൽ കൂടി നമ്മൾ വരയ്ക്കുന്നു. പ്രകാശിക കേന്ദ്രത്തിൽ കൂടി വരച്ചിരുന്ന് അപ്പോൾ ഇവ രണ്ടുപേരും കൂടി ഇവിടെ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. ആ കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. ആ ഇമേജ് നമുക്ക് നോക്കിയാൽ അതിൻ്റെ പ്രത്യേകതകളെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വസ്തുവിൻ്റെ അതേ സ്ഥലത്ത് തന്നെയാണ്, വസ്തുവിൻ്റെ അതേ സ്ഥലത്താണ് നമുക്ക് പ്രതിബിംബം കിട്ടിയിരിക്കുന്നത്. വസ്തുവിൻ്റെ ലെൻസിൻ്റെ അതേ വശത്ത് തന്നെയാണ്. ലെൻസിൻ്റെ അതേ വശത്താണ് നമുക്ക് പ്രതിബിംബം കിട്ടിയിരിക്കുന്നത്. ആ പ്രതിബിംബം എങ്ങനെയാണ്? നിവർന്ന പ്രതിബിംബമാണ്. നിവർന്നെന്ന് പറഞ്ഞാൽ ഇറക്റ്റാണ്. നിവർന്ന പ്രതിബിംബമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് മിഥ്യാപ്രതിബിംബമായിരിക്കും. ഇറക്റ്റ് ആണെങ്കിൽ അത് വെർച്വൽ ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇറക്റ്റ് ആണെങ്കിൽ അത് വെർച്വൽ ആയിരിക്കും. വെർച്വൽ ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ പ്രതിബിംബത്തിൻ്റെ ഇത് വരയ്ക്കാനായിട്ട്. സാധാരണഗതി ചെറിയ പ്രതിബിംബമാണ്, ചെറുതാണ്. പ്രതിബിംബം ഏതാണ്? ചെറുതാണ്. സ്മോൾ ഇമേജാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനു മുമ്പ് നമ്മൾ വരച്ച കോൺവെക്സിൻ്റെ ഇത്തിരി വ്യത്യാസമുള്ളത് 6ാമത്തെ കേസുമാണ് സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് മാറി മാറി ചോദിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും വരയ്ക്കാനായിട്ട് പഠിക്കുക. റേ ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ആ റേ ഡയഗ്രം വെച്ചിട്ട് വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം റേ ഡയഗ്രം വെച്ചിട്ടുള്ള ഫിഗറുകൾ വരച്ച് തന്നെ പഠിക്കണം. പല പ്രാവശ്യം ഇത് വരച്ച് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്കിത് പരീക്ഷയ്ക്ക് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓരോന്നും എടുത്തിട്ട് വരച്ച് പഠിക്കുക. ആദ്യം ആ ക്ലൂ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ആ ക്ലൂ വെച്ചുകൊണ്ട് ഇത് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കോൺവെക്സ് ലെൻസ് യഥാർത്ഥവുമുണ്ട്, മിഥ്യയുണ്ട്. യഥാർത്ഥമായിട്ടുള്ള കോൺവെക്സ് ലെൻസ് തലകീഴായതായിരിക്കും. അതിൻ്റെ പ്രത്യേകതകൾ അത് ചെറുതായിരിക്കും, തുല്യ വലിപ്പത്തിലുള്ളതുണ്ടായിരിക്കും, വലുതുണ്ടായിരിക്കും. അങ്ങനെ പലതരത്തിലുണ്ട്. മിഥ്യ പ്രതിബിംബം കിട്ടുന്നതാണെങ്കിൽ അത് നിവർന്നതായിരിക്കും, വലുതായിരിക്കും എപ്പോഴും. കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള തലകീഴായത്, വലുത് ശരിയായതാണ്, അതേ രീതിയിൽ തന്നെ കാണുന്നതാണ്, ചെറുതായിരിക്കും. മിഥ്യയാണെങ്കിൽ നിവർന്ന പ്രതിബിംബമായിരിക്കും, വലുതായിരിക്കും. കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ലെൻസും ഒരുപോലെയാണെന്ന് ഓർക്കുക. കോൺവെക്സ് ദർപ്പണവും കോൺകേവ് ലെൻസും ഒരുപോലെയാണെന്നുള്ളതും ഓർത്തിരിക്കുക. അടുത്തത് കോൺവെക്സ് ദർപ്പണം. മിഥ്യാപ്രതിരൂപമാണ് നമുക്ക് കിട്ടുന്നത്. നിവർന്നതാണ്, ചെറുതാണ്. മിഥ്യാപ്രതിരൂപമാണ്, നിവർന്നതാണ്, ചെറുതാണ്. കോൺകേവ് ദർപ്പണമാണ് ഈ കാണിച്ചിരിക്കുന്നത്. കോൺകേവ് ലെൻസാണ് ഈ കാണിച്ചിരിക്കുന്നത്. മധ്യഭാഗം കുഴിഞ്ഞതും അരികുകൾ കട്ട് കൂടിയതുമായിരിക്കും. മിഥ്യാപ്രതിബിംബമാണ് ഉണ്ടാകുന്നത്. നേരെയുള്ള പ്രതിബിംബമായിരിക്കും ഉണ്ടാകുന്നത്. വസ്തുക്കളെ ചെറുതായിട്ട് കാണിക്കുന്നു. ഫോക്കൽ ലെന്ത് നെഗറ്റീവായിരിക്കും. വസ്തുക്കളെ ചെറുതായിട്ട് കാണിക്കുന്നു. നേരെയായിട്ട് തന്നെയാണ് പ്രതിബിംബം കാണുന്നത്. ഇവിടെ പ്രതിബിംബം നോക്കിയാൽ അറിയാം. AB എന്നുള്ളത് വസ്തുവാണ്, A', B' എന്നുള്ളത് പ്രതിബിംബമാണ്. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പൊക്കെ കോൺവെക്സ് ലെൻസിന് ഉദാഹരണങ്ങളാണ്. വലുതാക്കി കാണിക്കുന്നതാണ് കോൺവെക്സ് ലെൻസ്. മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും ഒക്കെ കോൺവെക്സ് ലെൻസിന് ഉദാഹരണങ്ങളാണ്, വലുതാക്കി കാണിക്കുന്നതിന് ഉദാഹരണങ്ങളാണ്. കോൺവെക്സ് ലെൻസ്, നമ്മുടെ കണ്ണിലെ ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസാണ്. കണ്ണിലെ ലെൻസ് കോൺവെക്സ് ലെൻസാണ്. കോൺവെക്സ് ദർപ്പണങ്ങൾ ഉപയോഗിക്കുന്നത് വൈഡായിട്ടുള്ളൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വീക്ഷണ വിസ്തൃതി കൂടുതൽ സ്ഥലങ്ങൾ ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ
കോൺവെക്സ് ദർപ്പണങ്ങൾ ഉപയോഗിക്കുന്നത്. അതായത് റിയർ വ്യൂ മിററായിട്ട്, വാഹനങ്ങളുടെ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. അതിനകത്ത് വലുതായിട്ട് കാണുന്നതിനേക്കാളും ഒത്തിരി വൈഡായിട്ട് കൂടുതൽ സ്ഥലങ്ങളാണ് കാണേണ്ടത്. അതുകൊണ്ടാണ് കോൺവെക്സ് ദർപ്പണങ്ങൾ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സ്പൂൺ എടുത്ത് നോക്കിയാൽ അതിൻ്റെ കോൺകേവിൻ്റെയും കോൺവെക്സും കാണാൻ പറ്റും. നമ്മൾ കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ കുഴിഞ്ഞ ഭാഗമാണ് കോൺകേവ്, പുറം ഭാഗമാണ് കോൺവെക്സ്. അതുപോലെയാണ് കുഴിഞ്ഞ ഭാഗം കോൺകേവ്. അതിനകത്ത് നമുക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാകും. നമ്മൾ സ്പൂൺ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നേരെയുള്ള പ്രതിബിംബമായിരിക്കും കിട്ടുന്നത്. ഇനി കോൺകേവ് ദർപ്പണങ്ങൾക്ക് ഉദാഹരണമാണ് സോളാർ കുക്കർ, ഷേവിംഗ് മിറർ, വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ്, ദന്തിസ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്ന മിറർ. അവയിലെല്ലാം വലുതായിട്ടാണ് കാണേണ്ടത്. വലുതായിട്ട് കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണങ്ങളാണ് കോൺകേവ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറർ, കോൺകേവ് മിറർ. ക്ലാസ് നന്നായിട്ട് പലവട്ടം ആവർത്തിച്ച് കണ്ട് മനസ്സിലാക്കി പഠിക്കുക. ഫിഗറുകൾ വരച്ച് തന്നെ പഠിക്കണം. നോട്ട് എഴുതിയെടുത്ത് പഠിക്കുക, വരച്ച് പഠിക്കുക. നല്ല മാർക്ക് സ്വായത്തമാക്കുക. എല്ലാവരെയും ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാനും കൂടെ ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.